ഒരു കിടിലോസ്കി വെണ്ടയ്ക്ക കറി ഉണ്ടാക്കിയാലോ? പാൻ ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണയും ചൂടായി കടുകും പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിക്കുക. അത്യാവശ്യം നല്ലൊരു മണമൊക്കെ വരുമ്പോഴത്തേക്കിനും അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി ആഡ് ചെയ്യുക. സവോള പെട്ടെന്ന് മൂത്ത് വരാനായിട്ട് ലേശം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം സവോള നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ആഡ് ചെയ്യുക. ശേഷം പൊടികളായ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, പിന്നീട് ഗരം മസാല ആൻഡ് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റാം. അതിനുശേഷം നമ്മൾ ഏകദേശം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ശേഷം ഒരു ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം നമുക്ക് ഒഴിക്കാം. നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ കറി റെഡി.